അഹമ്മദാബാദ് വിമാന ദുരന്തം സംബന്ധിച്ച് വിശദമായി പരിശോധിക്കേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് കരുതുന്നത് എന്നും മുഖ്യമന്ത്രി. ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കായി അനസ്തേഷ്യ നൽകിയതിനെ തുടർന്ന് യുവാവ് മരിച്ചു. കുന്നംകുളം മരത്തംകോട് അല്ലമീൻ ആശുപത്രിയിൽ പ്രസവത്തിനിടെ കുഞ്ഞു മരിച്ചു. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ ലഹരിക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ മുഖ്യ ആസൂത്രക ലിവിയ ജോസ് പിടിയിൽ. പ്രതിയെ പിടികൂടിയത് മുംബൈ വിമാനത്താവളത്തിൽ നിന്നും. കോടികളുടെ തട്ടിപ്പ് നടത്തിയ ഫാം ഫെഡ് ചെയർമാനും MDയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. 1.5 മണിക്കൂർ നീണ്ട തെളിവെടുപ്പിൽ സുപ്രധാന രേഖകളും വിവിധ സീലുകളും കണ്ടെടുത്തു. വിദ്യാർത്ഥികളില്ലാതെ പെരുമ്പിലാവ് അറയ്ക്കൽ MUMLP സ്കൂളിന് ഈ വർഷം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ വർഷമുണ്ടായിരുന്ന 7 വിദ്യാർത്ഥികൾ മറ്റ് സ്കൂളുകളിൽ ചേർന്നു. വാർത്തകൾ വിശദമായി. അഹമ്മദാബാദ് വിമാന ദുരന്തം അത്യന്തം ദാരുണമായ സംഭവമാണെന്നും ദുരന്തം സംബന്ധിച്ച് വിശദമായി പരിശോധിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്നാണ് അഹമ്മദാബാദിൽ ഉണ്ടായത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കണ്ടെത്തി സുരക്ഷ ഒരുക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടതുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് കരുതുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇസ്രായേൽ പണ്ടുമുതലേ തെമ്മാടി രാഷ്ട്രമാണെന്നും ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് ലോകസമാധാനത്തിന് തന്നെ ഭീഷണിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ആരംഭിച്ചതുകൊണ്ട് അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ മറ്റൊരു അഭിപ്രായം പറയാറായിട്ടില്ല. ഏതായാലും രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് മാറിയത്. ഇത് എങ്ങനെ സംഭവിച്ചു എന്നത് കണ്ടെത്തി സുരക്ഷ ഒരുക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇസ്രയേൽ പണ്ടേ ലോകത്തെമ്മാടിയായിട്ടുള്ള ഒരു രാഷ്ട്രമാണ്. ലോകത്ത് സാധാരണഗതിയിലുള്ള ഒരു മര്യാദയും പാലിക്കേണ്ടതില്ല എന്ന നിലപാട് അംഗീകരിച്ചു പോകുന്ന ഒരു രാഷ്ട്രമാണ്. എന്തുമാകാം, അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്ന ധിക്കാരപരമായ സമീപനമാണ് എല്ലാ കാലത്തും ഇസ്രയേൽ സ്വീകരിച്ചിട്ടുള്ളത്. അത്യന്തം സ്ഫോടനാത്മകമായ വിവരങ്ങളാണ് ഇന്ന് കാലത്ത് വന്നു കഴിഞ്ഞിട്ടുള്ളത്. അതാണ് ഇറാന് നേരെ നടത്തിയ ആക്രമണം. അത്തരമൊരു ആക്രമണത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നില്ല. അഹമ്മദാബാദ് വിമാനാപകടം നടന്ന സ്ഥലത്തും അപകടത്തിൽ പരിക്കേറ്റവർ കഴിയുന്ന ആശുപത്രിയിലുമെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപകടം നടന്ന സ്ഥലത്താണ് പ്രധാനമന്ത്രി ആദ്യം എത്തിയത്. ഇതിന് പിന്നാലെയായിരുന്നു പരിക്കേറ്റവർ കഴിയുന്ന ആശുപത്രിയിലും എത്തിയത്. പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്നവരുമായും ബന്ധുക്കളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരടക്കമുള്ളവർ പങ്കെടുക്കുന്ന അവലോകന യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. അഹമ്മദാബാദ് ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി ആവശ്യപ്പെട്ടു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു MA ബേബി. ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണം ലോകസമാധാനത്തിന് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതാണെന്ന് MA ബേബി പറഞ്ഞു. ട്രംപിന്റെയും അമേരിക്കയുടെയും പിന്തുണയോടെയാണ് ഇസ്രായേൽ ഗാസയിലടക്കം ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത്. ലോകഭീകരരായി ഇസ്രായേൽ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഇക്കാര്യത്തിൽ രാജ്യത്തിന്റെ നിലപാട് പ്രധാനമന്ത്രി വ്യക്തമാക്കണമെന്നും MA ബേബി ആവശ്യപ്പെട്ടു. ഇന്ത്യയും ലോകത്തെ ഞെട്ടിച്ച ഈ വൻ വിമാന ദുരന്തം, അത്യാഹിതം, അതിൽ ജീവൻ നഷ്ടപ്പെട്ട ഇപ്പോൾ 260-ലധികം പേർ. പഴയ കണക്കുകളെല്ലാം മാറി വിമാനത്തിലുണ്ടായിരുന്ന ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടതൊഴിച്ചാൽ ബാക്കി എല്ലാവരും മരിച്ചു. അതിന് പുറമെ 24 പേർ പ്രദേശത്ത് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളടക്കം മരിച്ചു എന്നാണ് അറിയുന്നത്. താങ്ങാനാവാത്ത ഒരു ആഘാതമാണ്, ദുഃഖമാണ് ഇന്ത്യയിലും ലോകത്തും പടർന്നിരിക്കുന്നത്. ഈ അപകടത്തിന് ഇടയാക്കിയ യഥാർത്ഥ കാരണങ്ങൾ എന്താണ് എന്ന് കണ്ടെത്താൻ കഴിയണം. വളരെയധികം കൊട്ടിഘോഷിക്കപ്പെട്ട ഡ്രീം ലൈനർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട വിമാനമാണ് ഇപ്പോൾ തകർന്നത്. ടാറ്റ കമ്പനി അവരുടേതായ ചില നഷ്ടപരിഹാരം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ഹോസ്റ്റല് നിർമ്മിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ചികിത്സാ ചെലവുകൾ മുഴുവൻ വഹിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും നഷ്ടപരിഹാരം സംബന്ധിച്ചോ മറ്റു കാര്യങ്ങൾ സംബന്ധിച്ചോ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. അത് താമസിയാതെ ഉണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്.
മോദി സർക്കാരിന് കേരളത്തോട് പകയും പ്രതികാരവുമാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. തൃശൂർ റീജിയണൽ തിയേറ്ററിൽ ആരംഭിച്ച EMS സ്മൃതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന് അർഹതപ്പെട്ട കേന്ദ്ര ധനസഹായം വെട്ടിക്കുറച്ചത് കേന്ദ്ര ഗവൺമെന്റിന്റെ വഞ്ചനാപരമായ നിലപാടാണ്. കേരളത്തിൽ ദുരിതങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നപ്പോൾ വിദേശ രാജ്യങ്ങൾ സഹായിക്കാൻ തയ്യാറായെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് അതിന് സമ്മതിച്ചില്ലെന്നും MA ബേബി പറഞ്ഞു. ചടങ്ങിൽ സീതാറാം യെച്ചൂരി സ്മരണിക MA ബേബി പ്രകാശനം ചെയ്തു. പോളിറ്റ് ബ്യൂറോ അംഗം U വാസുകി സ്മരണിക ഏറ്റുവാങ്ങി. സംഘാടക സമിതി ജനറൽ കൺവീനർ KV അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന അമേരിക്ക ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം നയങ്ങളിലും സമീപനങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയെന്ന് CPM മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് പറഞ്ഞു. EMS സ്മൃതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ദേശീയ സെമിനാറിൽ വളരുന്ന അസമത്വം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു പ്രകാശ് കാരാട്ട്. ലോകത്ത് ബഹുധ്രുവത്വം വളർന്നുവരികയാണെന്നും അമേരിക്കയും ചൈനയും തമ്മിലുള്ള സംഘർഷം ആക്രമണാത്മകമായി മാറുകയാണെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. അമേരിക്കയുടെ കയറ്റുമതി നയം ഇവിടുത്തെ കൃഷിക്കാരെയും ക്ഷീരകർഷകരെയും ചെറുകിട വ്യാവസായികളെയും തൊഴിലാളികളെയും സാരമായി ബാധിക്കുമെന്നും ഇത് കേരളത്തിന് ദോഷകരമാണെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. പ്രൊഫസർ C. രവീന്ദ്രനാഥ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ നിന്നും വിഭിന്നമായ രീതിയിൽ യുക്തിചിന്തയിലും ശാസ്ത്രബോധത്തിലും അധിഷ്ഠിതമായ നിലയിലാണ് സംസ്ഥാനത്തിന്റെ കരിക്കുലം മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു പറഞ്ഞു. കോസ്റ്റ് ഫോറിന്റെ നേതൃത്വത്തിൽ തൃശൂർ റീജിയണൽ തിയേറ്ററിൽ സംഘടിപ്പിച്ച മാറുന്ന ലോകവും കേരളവും ദേശീയ സെമിനാറിൽ നവകേരളം എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അഖിലേന്ത്യാ തലത്തിൽ നമ്മുടെ ചരിത്രത്തെ നമസ്കരിക്കാനും പരിണാമ സിദ്ധാന്തത്തെ ശാസ്ത്ര പഠന മേഖലകളിൽ നിന്ന് എടുത്തുമാറ്റാനും ശ്രമങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടെയും ജാഗ്രതയോടെയുമാണ് കേരളം വിദ്യാഭ്യാസ മേഖലയിൽ മുന്നോട്ടു പോകുന്നത് എന്നും മന്ത്രി വ്യക്തമാക്കി. എഴുത്തുകാരനും അധ്യാപകനുമായ ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ്, സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം ഡോക്ടർ ബിജു P. അലക്സ്, കാലടി സംസ്കൃത സർവകലാശാല പ്രൊഫസർ ഡോക്ടർ TS. ശ്യാംകുമാർ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണങ്ങൾ നടത്തി. രണ്ടാം അധ്യായമാണ് വൈജ്ഞാനിക സമൂഹം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ആമുഖമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാവിലെ ഇതുവരെ നടന്ന സെഷനുകളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഹെർണിയ ശസ്ത്രക്രിയയ്ക്ക് അനസ്തേഷ്യ നൽകിയ യുവാവ് മരിച്ചു. കുറ്റിച്ചിറ വൈലാത്ര വാവൽത്താൻ വീട്ടിൽ സിദ്ധാർത്ഥന്റെ മകൻ 33 വയസ്സുള്ള സിനീഷാണ് മരിച്ചത്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ രാവിലെ 8-നായിരുന്നു സിനീഷിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയത്. അനസ്തേഷ്യ നൽകിയതോടെ സിനീഷ് അസ്വസ്ഥനാവുകയും തുടർന്ന് ഹൃദയാഘാതം സംഭവിക്കുകയുമായിരുന്നു. ഇതോടെ ബന്ധുക്കൾ സിനീഷിനെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചു. വിദഗ്ധ ചികിത്സ നൽകുന്നതിനിടെ 11 മണിയോടെ മരണപ്പെട്ടു. ടൈൽ പണിക്കാരനാണ് സിനീഷ്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ തന്നെയായിരുന്നു ഹെർണിയയ്ക്ക് ചികിത്സ ചെയ്തിരുന്നത്. അനസ്തേഷ്യ കൊടുത്തതിന്റെ അപാകതയാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകുമെന്നും ഇവർ പറഞ്ഞു. കുന്നംകുളം മരത്തംകോട് അൽ അമീൻ ആശുപത്രിയിൽ പ്രസവത്തിനിടെ കുഞ്ഞ് മരിച്ചു. എരമംഗലം സ്വദേശി സജിനയുടെ കുഞ്ഞാണ് മരിച്ചത്. കുഞ്ഞ് മരിക്കാൻ കാരണം ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥയാണെന്ന് ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തി. എന്നാൽ പൊക്കിൽക്കൊടി കഴുത്തിൽ ചുറ്റിയ നിലയിലായിരുന്നു കുട്ടിയെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു. സംഭവത്തെ തുടർന്ന് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി. കഴിഞ്ഞ ജൂൺ 7-ന് ഇതേ ആശുപത്രിയിൽ പ്രസവശേഷം വീട്ടിലേക്ക് മടങ്ങിയ പഴയന്നൂർ സ്വദേശിനിയായ രമ്യശ്രീ എന്ന യുവതിയും തൊട്ടടുത്ത ദിവസം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മരിച്ചിരുന്നു. ബന്ധുക്കളുടെ പരാതിയിൽ അൽ അമീൻ ആശുപത്രിക്കെതിരെ കുന്നംകുളം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു. ഇടവേള. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ.
നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ ലഹരിക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ മുഖ്യ ആസൂത്രക ലിവിയ ജോസ് പിടിയിൽ. മുംബൈ വിമാനത്താവളത്തിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ലിവിയയോട് കീഴടങ്ങണമെന്ന് പോലീസ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആരുമറിയാതെ നാട്ടിലെത്തി മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാനായിരുന്നു ലിവിയയുടെ പദ്ധതി. നാട്ടിലെത്തുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ സംഘം ലിവിയയെ കസ്റ്റഡിയിലെടുത്തത്. പ്രതിയെ തൃശൂരിൽ എത്തിക്കും. കുടുംബ വഴക്കിനെ തുടർന്നാണ് ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരി ലിവിയ വ്യാജ LSD കേസിൽ ഷീല സണ്ണിയെ കുടുക്കിയത്. തുടർന്ന് ഷീല സണ്ണി 2 മാസത്തോളം ജയിലിൽ കിടന്നിരുന്നു. കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ ഫാംഫെഡ് ചെയർമാൻ C രാജേഷ് പിള്ളയെയും MD അഖിൻ ഫ്രാൻസിസിനെയും ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി. കിഴക്കേനടയിൽ റെയിൽവേ മേൽപ്പാലത്തിന് സമീപമുള്ള ബ്രാഞ്ചിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. 1.5 മണിക്കൂർ നീണ്ടുനിന്ന തെളിവെടുപ്പിൽ സുപ്രധാന രേഖകളും സ്ഥാപനത്തിന്റെ വിവിധ സീലുകളും പോലീസ് കണ്ടെടുത്തു. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ പ്രതികളെ തിങ്കളാഴ്ച ചാവക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. നിക്ഷേപ തട്ടിപ്പ് നടത്തിയതിനെ ഫാംഫെഡിനെതിരെ 68 പരാതികളാണ് ടെമ്പിൾ പോലീസിൽ ലഭിച്ചിരിക്കുന്നത്. 19 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് ഇതുവരെയുള്ള പരാതി. ഗുരുവായൂർ ബ്രാഞ്ചിൽ മാത്രം 1000-ലധികം മെമ്പർമാരാണുള്ളത്. 20,000 രൂപ മുതൽ 3.5 കോടി വരെയാണ് മെമ്പർമാർ നിക്ഷേപം നടത്തിയിരിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഡയറക്ടർമാരായ രാജേഷ് പിള്ളയുടെ ഭാര്യ ധന്യ, അഖിൻ ഫ്രാൻസിസിന്റെ ഭാര്യ ഷിനി എന്നിവരെയും പ്രതി ചേർക്കുമെന്ന് ടെമ്പിൾ SHO G അജയ്കുമാർ പറഞ്ഞു. ഇവരുടെ മുൻകൂർ ജാമ്യ വ്യവസ്ഥ അവസാനിക്കുന്ന മുറയ്ക്ക് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തും. TCV ഗുരുവായൂർ. ഈ വിദ്യാലയത്തിന്റെ കളിമുറ്റത്തുയർന്നിരുന്ന കളിയും ചിരിയും ഇനി ഓർമ്മകൾ മാത്രം. ഇവിടെ ഇപ്പോൾ ഒരൊറ്റ വിദ്യാർത്ഥി പോലുമില്ല. ഒരാളെങ്കിലും വരുമെന്ന് പ്രതീക്ഷിച്ച് ഒരു അധ്യാപിക ഇവിടെ വഴിക്കടന്നിട്ട് കാത്തിരിക്കുകയാണ്. പെരുമ്പിലാവ് അറയ്ക്കൽ MUM LP സ്കൂളിന്റെ ഇന്നത്തെ സ്ഥിതിയാണ് ഇത്. പ്രഗത്ഭരായ ഒട്ടേറെ വിദ്യാർത്ഥികൾ ഹരിശ്രീ കുറിച്ച നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഈ വിദ്യാലയത്തിൽ ഇപ്പോൾ ഒരു കുട്ടി പോലും പഠിക്കാനെത്തുന്നില്ല. കഴിഞ്ഞ വർഷം 7 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. സ്കൂളിന് ഈ വർഷം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് എല്ലാവരും TC വാങ്ങി മറ്റ് സ്കൂളുകളിലേക്ക് മാറി. അധ്യാപക ബാങ്കിൽ നിന്ന് നിയമിച്ച ഒരു അധ്യാപിക പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കം മുതൽ സ്കൂളിൽ എത്തുന്നുണ്ട്. കുട്ടികളില്ലാത്ത സ്ഥിതിക്ക് ഇവരും താമസിയാതെ മാറും. അതിനുള്ള ഉത്തരവ് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കടവല്ലൂർ പഞ്ചായത്തിലെ ആദ്യ വിദ്യാലയമാണ് MUM സ്കൂൾ. മണക്കലാത്ത് മുഹമ്മദ് ഹാജിയാണ് 120 വർഷത്തോളം മുൻപ് സ്കൂൾ തുടങ്ങിയത്. തലമുറകൾ കൈമാറി വന്ന സ്കൂളിന്റെ നടത്തിപ്പ് പിന്നീട് താളം തെറ്റി. സ്കൂളിന്റെ പുതിയ തലമുറയിലെ അവകാശികൾ വിദേശത്തായിരുന്നു. തൊട്ടടുത്ത സർക്കാർ സ്കൂളുകൾ മികച്ച നിലവാരത്തിലേക്ക് ഉയർന്നു തുടങ്ങിയതോടെ കുട്ടികൾ സ്ഥലം വിട്ടു തുടങ്ങി. അതോടെ ഡിവിഷനുകൾ കുറഞ്ഞു. സ്കൂൾ നവീകരണത്തിന് ലക്ഷങ്ങൾ ചെലവ് വരുമെന്ന സ്ഥിതിയായതോടെ ഉടമകൾക്കും മനമടുത്തു. ഫിറ്റ്നസ് പരിശോധിക്കാനെത്തിയ ഉദ്യോഗസ്ഥർ വലിയ തുക ചെലവ് വരുന്ന നവീകരണമാണ് നിർദ്ദേശിച്ചിരുന്നത്. നാട്ടുകാരായ പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് അറയ്ക്കൽ സാംസ്കാരിക കൂട്ടായ്മ എന്ന സംഘടന രൂപീകരിച്ച് സ്കൂൾ പുനരുദ്ധരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും ഫലം കണ്ടില്ല. കടവല്ലൂർ പഞ്ചായത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായ സ്കൂൾ ഇപ്പോൾ അടച്ചുപൂട്ടലിന്റെ വഴിയിലാണ്. TCV കുന്നംകുളം. തൃശൂർ റൂറൽ പോലീസ് ജില്ലയിൽ വിവിധ കേസുകളിൽ കോടതിയിൽ ഹാജരാകാതെ മുങ്ങി നടന്നിരുന്ന 218 പ്രതികൾ അറസ്റ്റിൽ. ഈ മാസം 1 മുതൽ 12-ാം തീയതി വരെ നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായാണ് അറസ്റ്റ്. ഓപ്പറേഷൻ ഗ്രേ ഹണ്ട് പ്രകാരം നടപടികൾ തുടരുമെന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ അറിയിച്ചു. സംസ്ഥാനത്ത് കാലവർഷം സജീവമാകുന്നു. അടുത്ത 5 ദിവസത്തേക്ക് വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം തുടങ്ങിയ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ഉള്ളത്. ചാലക്കുടിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന മാളിന്റെ സൈറ്റ് ഓഫീസ് മഴയിൽ തകർന്നു വീണു. 2 പേർക്ക് പരിക്ക്. സ്ഥലത്തിന്റെ ഉടമ ചാലക്കുടി അക്കരെ വീട്ടിൽ ഷാജു, ഷാജുവിന്റെ മകൻ അർണോൾഡ് ഷാജു എന്നിവർക്കാണ് പരിക്ക്. പോലീസ് സ്റ്റേഷൻ റോഡിലെ അക്കര തിയേറ്ററിന്റെ സ്ഥലത്താണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ മാൾ നിർമ്മാണം നടക്കുന്നത്. ഇതിനായി മണ്ണെടുത്ത ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുകയും വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നായിരുന്നു
ഫയർ സ്റ്റേഷന് എതിർവശത്തുള്ള റോഡരികിലെ ഇവരുടെ സൈറ്റ് ഓഫീസ് കെട്ടിടം ഇടിഞ്ഞ് താഴേക്ക് പോയത്. രാവിലെ മുതൽ കനത്ത മഴ ആയിരുന്നതിനാൽ ജോലിക്കാർ എത്തിയിരുന്നില്ല. സംഭവ സമയത്ത് തൊഴിലാളികൾ ഉണ്ടായിരുന്നുവെങ്കിൽ വലിയ ദുരന്തത്തിൽ കലാശിക്കുമായിരുന്നു. രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ സയൻസ് പാർക്ക് സ്വകാര്യ കമ്പനിക്ക് കൈമാറാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി തൃശൂർ ചാപ്റ്റർ ജില്ലാ പഞ്ചായത്തിന് നിവേദനം നൽകി. വിജ്ഞാൻ സാഗറിനെ പൊതുമേഖലയിൽ തന്നെ നിലനിർത്തണമെന്നും ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകൾ വഴി പ്രവർത്തനത്തിനുള്ള ഫണ്ട് സമാഹരിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും നിവേദനം നൽകിയതായി സൊസൈറ്റി ഭാരവാഹികളായ ഡോക്ടർ PS ബാബു, TK ശ്രീനിവാസൻ, ബെന്നി ബോണിഫാസ് എന്നിവർ അറിയിച്ചു. മാള ജൂതപ്പള്ളിയുടെ സമഗ്ര സംരക്ഷണ പ്രവർത്തികൾ നടത്താൻ പുരാവസ്തു വകുപ്പ് മുസിരിസ് പൈതൃക പദ്ധതി അധികൃതരുടെ യോഗത്തിൽ തീരുമാനം. 30 ലക്ഷം രൂപയുടെ നിർമ്മാണം ഏറ്റെടുത്ത് നടത്തിയ കരാറുകാരായ ഇൻകെലിനോട് പദ്ധതി സംബന്ധിച്ച് റിപ്പോർട്ട് തേടിയതായി പുരാവസ്തു വകുപ്പ് അറിയിച്ചു. മഴ മാറി ഭിത്തിയുടെ ഈർപ്പം കുറഞ്ഞാൽ മാത്രമേ നിർമ്മാണം നടത്താൻ കഴിയൂ എന്നും അതുവരെ പള്ളി താൽക്കാലികമായി സംരക്ഷിക്കാൻ നടപടിയെടുക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ പള്ളിയിൽ സന്ദർശകരെ അനുവദിക്കില്ല. ദേശീയപാതയിലെ പുതുക്കാട് മേൽപ്പാലത്തിന്റെ മണ്ണ് പരിശോധന ആരംഭിച്ചു. 2 വർഷം കൊണ്ട് പൂർത്തിയാക്കുന്ന മേൽപ്പാലത്തിന് 570 കോടിയാണ് നിർമ്മാണ ചെലവ്. ഹരിയാന ആസ്ഥാനമായ കമ്പനിക്കാണ് കരാർ. അപകടങ്ങൾ പതിവായ പുതുക്കാട് സെന്ററിൽ മേൽപ്പാലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. സിഗ്നൽ ജംഗ്ഷനിൽ പ്രതിദിനം 4000 പേർ ദേശീയപാത മുറിച്ചു കടക്കുന്നുവെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ കണക്ക്. സിഗ്നൽ വരുന്നതിന് മുൻപ് 2 വർഷത്തിനിടെ പുതുക്കാട് സെന്ററിൽ മാത്രം 26 അപകട മരണങ്ങളാണ് ഉണ്ടായത്. ആമ്പല്ലൂർ, കുറുമാലി, നന്ദിക്കര പ്രദേശങ്ങളും സ്ഥിരം അപകട മേഖലകളായിരുന്നു. തുടർന്ന് ദേശീയപാത അതോറിറ്റി പുതുക്കാട് സെന്ററിനെ ബ്ലാക്ക് സ്പോട്ടിൽ ഉൾപ്പെടുത്തി. അപകടങ്ങൾ പതിവായപ്പോഴാണ് നാട്ടുകാർ മേൽപ്പാലം എന്ന ആവശ്യവുമായി പ്രക്ഷോഭം ആരംഭിച്ചത്. ഒരു വിഭാഗം അടിപ്പാതയാണ് ആവശ്യമെന്ന് വാദിച്ചതോടെ തർക്കമായി. ഒടുവിൽ പ്രശ്നം കോടതിയിലെത്തി. പുതുക്കാട് സെന്ററിൽ സിഗ്നൽ സംവിധാനം മതിയെന്ന് പഞ്ചായത്ത് കോടതിയിൽ സത്യവാങ്മൂലം നൽകി. KSRTC സ്റ്റാൻഡിന് മുൻവശത്തു നിന്ന് ആരംഭിച്ച് മുപ്ലിയം റോഡിന് സമീപം ഇറങ്ങുന്ന വിധമാണ് പുതിയ മേൽപ്പാലത്തിന്റെ രൂപരേഖ. TCV പുതുക്കാട്. ഗുരുവായൂരിൽ ബൈക്കും സൈക്കിളും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. സൈക്കിൾ യാത്രികൻ തമിഴ്നാട് സ്വദേശി ഗോപാലകൃഷ്ണൻ, ബൈക്ക് യാത്രികൻ കാക്കശ്ശേരി മഠത്തിങ്കൽ അക്ഷയ് എന്നിവർക്കാണ് പരിക്കേറ്റത്. തൈക്കാട് പള്ളി റോഡിലായിരുന്നു അപകടം. ദേശീയപാതയിലെ നെല്ലായി ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട ലോറി നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിന്റെ ബേസ്മെന്റിലേക്ക് ഇടിച്ചുകയറി. ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. നിർമ്മാണ സാമഗ്രികൾക്ക് മുകളിലൂടെ കടന്നാണ് ലോറി ബേസ്മെന്റിലേക്ക് എത്തിയത്. സംഭവത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു. അതേസമയം സർവീസ് റോഡിലൂടെ പ്രഭാത സവാരി നടത്തുന്നവർ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ദേശീയപാതയിൽ കൊടകര ഗാന്ധിനഗറിനു സമീപം കാർ നിയന്ത്രണം വിട്ട് വിളക്കുകാലിലിടിച്ചുണ്ടായ അപകടത്തിൽ കാർ യാത്രക്കാരായ 4 പേർക്ക് സാരമായി പരിക്കേറ്റു. കൊടകര മേൽപ്പാലം ഇറങ്ങവേ കാർ നിയന്ത്രണം വിട്ട് ദേശീയപാതയോരത്തെ വിളക്കുകാലിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വിളക്കുകാൽ അടിത്തറയടക്കം ഇളകി സർവീസ് റോഡിലേക്ക് വീണു. തകർന്ന കാറിന്റെ ചക്രങ്ങൾ ഊരിത്തെറിച്ച നിലയിലാണ്. മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള കാറിൽ ഉണ്ടായിരുന്നവരെ ചാലക്കുടി, കൊടകര എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ചോർന്നൊലിക്കുന്ന ഷെഡിൽ ദുരിത ജീവിതം നയിക്കുകയാണ് വയോധികയായ സാവിത്രി. എളവള്ളി പഞ്ചായത്ത് 1-ാം വാർഡിൽ പോൾ മാസ്റ്റർ പടിക്ക് സമീപം താമസിക്കുന്ന 4 പുരയ്ക്കൽ സാവിത്രിയും കുടുംബവുമാണ് ദുരിത ജീവിതം നയിക്കുന്നത്. മഴ പെയ്താൽ സാവിത്രിയുടെ വീടിനുള്ളിൽ വെള്ളം കയറും. കാറ്റൊന്ന് ശക്തമായാൽ കവുങ്ങിൻ പാളിയും തകര ഷീറ്റും ഉപയോഗിച്ച് 6 വർഷം മുൻപ് നിർമ്മിച്ച ഷെഡിന്റെ മേൽക്കൂരയിലെ ഷീറ്റും ഇളകും. ഷീറ്റ് തുരുമ്പെടുത്ത് നശിച്ചതോടെ മേൽക്കൂരയിൽ ടാർപോളിൻ ഉപയോഗിച്ചാണ് മഴവെള്ളം തടഞ്ഞു നിർത്തുന്നത്. വീടിന്റെ ചുമരുകളും കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലാണ്. ഇഴജന്തുക്കളുടെ ശല്യവും ഉള്ളതായി സാവിത്രി പറയുന്നു. കൂലിപ്പണിക്കാരനായ മകന്റെ സംരക്ഷണയിലാണ് സാവിത്രി കഴിഞ്ഞിരുന്നത്. എന്നാൽ 1 വർഷം മുൻപുണ്ടായ ബൈക്ക് അപകടത്തിൽ കാലിന് പരിക്ക് പറ്റിയതിനാൽ മകന് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. വീടിന്റെ ദുരവസ്ഥ പരിഹരിക്കുന്നതിന് കാലവർഷം ആരംഭിക്കുന്നതിന് മുൻപ് സാവിത്രിയും കുടുംബവും മുട്ടാത്ത വാതിലുകളില്ല. വാർഡ് മെമ്പറോടും പഞ്ചായത്ത് അധികാരികളോടും ദയനീയാവസ്ഥ ബോധിപ്പിച്ചെങ്കിലും പരിഹാരമായില്ല. തന്റെ ദുരവസ്ഥ പരിഹരിക്കുന്നതിന് സുമനസ്സുകളുടെ സഹായം തേടുകയാണ് 76-കാരിയായ സാവിത്രി. TCV പാവറട്ടി.
ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റം ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. വീട് കയറി ആക്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന ശ്രീരാമസേന സംസ്ഥാന ഭാരവാഹിയെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ശ്രീരാമസേനയിൽ നിന്നും വിട്ടുപോയതിന്റെ വിരോധത്താൽ വടക്കാഞ്ചേരി എടവനക്കാട് സ്വദേശി രഞ്ജിത്തിനെയും കുടുംബത്തെയും വീട് കയറി ആക്രമിച്ചതായാണ് പരാതി. തുടർന്ന് ഒളിവിൽ പോയിരുന്ന ശ്രീരാമസേനയുടെ സംസ്ഥാന ഓർഗനൈസേഷൻ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന കോട്ടയം മാടപ്പള്ളി സ്വദേശി പുത്തൻപുരയ്ക്കൽ ആദർശ് വി നായരെയാണ് വടക്കാഞ്ചേരി പോലീസ് പെരുമ്പാവൂരിൽ നിന്നും കസ്റ്റഡിയിൽ എടുത്തത്. കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിലായിരുന്നു കേസിനാസ്പദമായ സംഭവത്തിൽ രഞ്ജിത്തിനും മകൾക്കും അമ്മയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കേസിലെ മറ്റ് 2 പ്രതികളായ തൃശൂർ ചിറയ്ക്കൽ സ്വദേശി ജയചന്ദ്രൻ, കോട്ടയം മാടപ്പള്ളി സ്വദേശി രാഹുൽ എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. വടക്കാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ റിജിൻ M. തോമസിന്റെ നിർദ്ദേശപ്രകാരമുള്ള പോലീസ് സംഘത്തിൽ വടക്കാഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ ജോയ്, ശരത്, പ്രദീപ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനീഷ് വിജയൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ സഗുൺ, ഹോംഗാർഡ് ജോബി എന്നിവരും ഉണ്ടായിരുന്നു. പഴയന്നൂർ വടക്കേത്തറ വില്ലേജ് ഓഫീസിൽ 2 മാസത്തിലേറെയായി ഓഫീസർ ഇല്ലാത്തതിനാൽ ദുരിതത്തിലായി ജനങ്ങൾ. സ്ഥിരമായി ഓഫീസർ ഇല്ലാതായതോടെ സമീപത്തെ വില്ലേജുകളിലെ ഓഫീസർമാർക്ക് അധിക ചുമതലയാണ് നൽകുന്നത്. ഇതുമൂലം വില്ലേജിൽ നിന്നും ലഭിക്കേണ്ട ജാതി, വരുമാനം, നോൺ ക്രീമി ലെയർ തുടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ വൈകുകയാണ്. 2 ദിവസമായി പഴയന്നൂർ വില്ലേജ് ഓഫീസർക്കാണ് ചുമതല നൽകിയിരിക്കുന്നത്. സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്ന് കോൺഗ്രസ് പഴയന്നൂർ മണ്ഡലം പ്രസിഡന്റ് PC മനോജ് ആവശ്യപ്പെട്ടു. മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ ചെന്നായിപ്പാറയിൽ വനത്തിൽ അതിക്രമിച്ചു കയറി വൈദ്യുതി ലൈനിൽ നിന്നും കെണിയൊരുക്കി കാട്ടുപന്നിയെ പിടികൂടിയ കേസിൽ 3 പേർ അറസ്റ്റിൽ. ചെന്നായിപ്പാറ സ്വദേശി അജിത് കുമാർ, വെള്ളക്കാരിത്തടം സ്വദേശികളായ രാജു, ചന്ദ്രൻ എന്നിവരെയാണ് പിടികൂടിയത്. പട്ടിക്കാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ AC പ്രജിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികളുടെ വീട്ടിൽ നിന്നും പന്നിയിറച്ചിയും ആയുധങ്ങളും പിടിച്ചെടുത്തത്. നാട്ടികയിൽ വീടിന് നേരെ ആക്രമണം. CU കൃഷ്ണൻകുട്ടി റോഡിൽ താമസിക്കുന്ന കുന്നത്ത് മുരളീധരന്റെ വീടാണ് 6 വരുന്ന സംഘം ആക്രമിച്ചത്. ഇന്നോവ കാറിൽ എത്തിയ സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് വീട്ടുകാർ പറയുന്നു. വീടിന്റെ ജനലും മുറ്റത്ത് കിടന്നിരുന്ന കസേരയും ചെടിച്ചട്ടികളും അടിച്ച് തകർത്ത നിലയിലാണ്. വീടിന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് ചവിട്ടി താഴെയിട്ടതായും പറയുന്നു. പാലക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പാഞ്ഞാളിൽ 3 ദിവസം പഴക്കം ചെന്ന കാട്ടുപന്നിയുടെ ജഡം റോഡരികിൽ. സംസ്കരിക്കാൻ നടപടിയെടുക്കാതെ അധികൃതർ. വല്ലങ്ങിപ്പാറ അഹമ്മദിയ ജുമാ മസ്ജിദിന് സമീപമാണ് 3 ദിവസം പഴക്കം ചെന്ന കാട്ടുപന്നിയുടെ ജഡം കണ്ടത്. നാട്ടുകാർ ജനപ്രതിനിധികളെ അറിയിച്ചെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് പരാതിയുണ്ട്. തുടർന്ന് ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിച്ചെങ്കിലും നാട്ടുകാർ ചേർന്ന് സംസ്കരിക്കാനായിരുന്നു മറുപടി. എന്നാൽ നിയമപ്രശ്നങ്ങൾ കാരണം നാട്ടുകാർ അതിന് മുതിർന്നില്ല. ജഡത്തിൽ നിന്നും ദുർഗന്ധം വമിക്കാൻ ആരംഭിച്ചതോടെ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും റോഡിൽ കൂടി സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. യാത്രിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ലളിതകല അക്കാദമിയിൽ സംഘടിപ്പിച്ച ത്രിദിന ഫോട്ടോ പ്രദർശനം യാത്രികം ശ്രദ്ധേയമാകുന്നു. യാത്രകളിലെ അവിസ്മരണീയ മുഹൂർത്തങ്ങളും ചാരുതയും അപൂർവതയുമാർന്ന ദൃശ്യങ്ങളും മൊബൈൽ ഫോൺ ക്യാമറയിൽ ഒപ്പിയെടുത്ത മിഴിവും മികവുമേറിയ 300ഓളം ഫോട്ടോകളാണ് പ്രദർശനത്തിലുള്ളത്. സഞ്ചാരപ്രിയരുടെ കൂട്ടായ്മയായ യാത്ര സംഘടിപ്പിച്ച
മൊബൈൽ ഫോണിലെടുത്ത യാത്രാ ഫോട്ടോ മത്സരത്തിലെ തിരഞ്ഞെടുത്ത 163 പേരുടെ ഫോട്ടോകളാണ് 3 ദിവസങ്ങളിലായി നടക്കുന്ന പ്രദർശനത്തിലുള്ളത്. ഒരു യാത്രികരുടെ കൂട്ടായ്മ, ഇതൊരു ട്രാവൽസോ ഒന്നുമല്ല. വളരെ കുറഞ്ഞ നിരക്കിൽ 3 ആംഗിളിൽ നമ്മൾ യാത്ര ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ കേരളം സുന്ദര കേരളം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേരളത്തിൻ്റെ പല പദ്ധതിയും പല ജില്ലകളും എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പരിപാടി നമ്മൾ ആദ്യത്തെ വർഷം നമ്മൾ ചെയ്തു. വിശ്രമ ജീവിതം തുടങ്ങേണ്ട നാളുകൾ യാത്രകൾക്കായി മാറ്റിവെച്ച് മാനസികോല്ലാസം കണ്ടെത്തുന്ന ഒരു സംഘം ആളുകളുടേതായ യാത്രാ കൂട്ടായ്മയിൽ 2000 പേർ അംഗങ്ങളായുണ്ട്. 2022 ഒത്തൊരുമിച്ചുള്ള ആദ്യ യാത്ര. തുടർന്ന് ഇന്ത്യക്കകത്തും പുറത്തുമായി 37 യാത്രകൾ. ഓരോ യാത്രയും ഓരോ അനുഭവമായിരുന്നു. യാത്രയിൽ സഹയാത്രികർ തന്നെയാണ് ഇവരുടെ കുടുംബം. സ്ത്രീകൾക്ക് ഭൂരിപക്ഷമുള്ള ഈ യാത്രാ കൂട്ടായ്മയിൽ കൂടുതൽ പേരും തൃശ്ശൂർ സ്വദേശികളാണ്. 13ാമത്തെ യാത്ര മുതലാണ് ഞാൻ ഈ യാത്രയിൽ ജോയിൻ ചെയ്തത്. ഇപ്പോൾ ഏകദേശം 23ഓളം യാത്രകൾ ഞാൻ ഈ യാത്രയോടൊപ്പം പിന്നിട്ടു. ഈ ഓരോ യാത്രയിലും ഓരോ ആളുകളും അനുഭവിക്കുന്ന ആ സൗഹൃദത്തിൻ്റെ മനോഹാരിതയും കൂട്ടുകുടുംബത്തിൻ്റെ പോലെയുള്ള ഒരു ശക്തിയും ആ ബലവും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ ഈ ഫോട്ടോ പ്രദർശനവും ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നാം കാണുന്നത്. ഫോട്ടോ പ്രദർശനം നല്ലൊരു വിജയമായിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്. ഏകദേശം 300ഓളം ഫോട്ടോസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓരോ നാടിൻ്റെയും പാരമ്പര്യവും പ്രകൃതി ഭംഗിയും സംസ്കാരവും വിളിച്ചോതുന്ന ചിത്രങ്ങൾ പ്രദർശനത്തിന് മനോഹാരിത പകരുന്നു. ഫോട്ടോ പ്രദർശനത്തോടൊപ്പം യാത്രികരുടെ സംഗമവും കലാമേളയും ഒരുക്കിയിട്ടുണ്ട്. പ്രദർശനം ഞായറാഴ്ച സമാപിക്കും. TCV തൃശൂർ. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ തടഞ്ഞുവെച്ച കേസിലെ പ്രതികളെ വെറുതെ വിട്ടു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിയമവിരുദ്ധമായും അന്യായമായും HDS ജീവനക്കാരനെ പിരിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ച് ആശുപത്രി സൂപ്രണ്ടിനെ ഓഫീസിൽ തടഞ്ഞുവെച്ച കേസിൽ പ്രതികളായ HDS എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് CV കുര്യാക്കോസ്, വർക്കിംഗ് പ്രസിഡന്റ് PS ഉണ്ണികൃഷ്ണൻ എന്നിവരെയാണ് വടക്കാഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് A നസീബ് അബ്ദുൾ റസാഖ് വെറുതെ വിട്ടത്. 2017 ഡോക്ടർ ബിജു കൃഷ്ണൻ സൂപ്രണ്ടായിരുന്ന സമയത്തായിരുന്നു കേസിനാസ്പദമായ സംഭവം. പ്രതികൾക്കു വേണ്ടി അഡ്വക്കേറ്റ് EK മഹേഷ് കോടതിയിൽ ഹാജരായി. കൊരട്ടി കോനൂരിൽ അച്ഛനെയും അമ്മയെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പ്രതി അറസ്റ്റിൽ. പള്ളിപ്പറമ്പിൽ വീട്ടിൽ അശ്വിനെയാണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. അച്ഛൻ ഗല്ലറ്റിനെയും അമ്മ ഗ്രേസിയെയും പണം ചോദിച്ച് കൊടുക്കാത്തതിലുള്ള വൈരാഗ്യത്താൽ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. അശ്വിൻ കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ വധശ്രമ കേസിലും വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയ കേസിലും മയക്കുമരുന്ന് ഉപയോഗിച്ച 2 കേസുകളിലും പ്രതിയാണ്. തൃശൂർ ജില്ലയിലെ അക്ഷയ കേന്ദ്രങ്ങൾ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ പ്രവർത്തിക്കണം എന്ന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് നടപ്പിലാക്കുന്നതിനായി ഇതുവരെ സ്വീകരിച്ച നടപടികളിൽ സംസ്ഥാന അക്ഷയ പ്രോജക്ട് ഡയറക്ടറോട് രേഖാമൂലം വിശദീകരണം സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം V ഗീത ഉത്തരവിട്ടു. ജൂൺ 18 തൃശൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടത്തുന്ന സിറ്റിംഗിൽ ഹാജരായി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ജില്ലയിലെ ഭൂരിപക്ഷം അക്ഷയ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നത് കെട്ടിടത്തിന്റെ മുകൾ നിലയിലായതിനാൽ അംഗപരിമിതർക്കും രോഗബാധിതർക്കും ഉപഭോക്താക്കൾക്കും വേണ്ട പരിഗണനയോ സൗകര്യമോ ലഭിക്കുന്നില്ല എന്ന പരാതിയിലാണ് ഉത്തരവ്. കൊടുങ്ങല്ലൂർ എറിയാട് മീറ്റർ റീഡിംഗിനെത്തിയ വാട്ടർ അതോറിറ്റിയിലെ താൽക്കാലിക ജീവനക്കാരിയെ കയറിപ്പിടിച്ച ആളെ പോലീസ് അറസ്റ്റ് ചെയ്തു. എറിയാട് മണപ്പാട്ടുചാൽ സ്വദേശി പുളിയനാര് പറമ്പിൽ രാജുവിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. എറിയാട് മണപ്പാട്ടുചാൽ പാലത്തിനു സമീപം വാട്ടർ റീഡിംഗ് എടുക്കുന്നതിനായി ചെന്ന വാട്ടർ അതോറിറ്റിയിലെ താൽക്കാലിക ജീവനക്കാരിയെ ഇയാൾ കയ്യേറ്റം ചെയ്യുകയും കടന്നുപിടിക്കുകയുമായിരുന്നു. കൊടുങ്ങല്ലൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു. സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ, SI K സാലിം, CPOമാരായ ബിനിൽ, അബീഷ് അബ്രഹാം, അനിൽകുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ കൈരളി ജംഗ്ഷനിൽ ബസ്സിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. കുറുക്കഞ്ചേരി പനമുക്ക് ചെറിയാനത്ത് അഭിരാമിനാണ് പരിക്കേറ്റത്. തൊട്ടടുത്തുള്ള ഫയർഫോഴ്സ് ഓഫീസിൽ നിന്നുമെത്തിയ ഉദ്യോഗസ്ഥർ ഇയാളെ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പടിഞ്ഞാറെ നടയിൽ നിന്ന് ഔട്ടർ റിംഗ് റോഡിലേക്ക് പ്രവേശിച്ച കൃഷ്ണ ബസ്സാണ് ഇടിച്ചത്.
ബസ് ഗതാഗത നിയമം ലംഘിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇനി വാണിജ്യം. അസറ്റ് ശബരിയുടെ തൃശൂരിലെ ഏറ്റവും പുതിയ റെസിഡൻഷ്യൽ പ്രോജക്റ്റായ അസറ്റ് പവിത്രത്തിന്റെ എക്സ്പീരിയൻസ് സെന്റർ പൂങ്കുന്നത്ത് പ്രവർത്തനം ആരംഭിച്ചു. ആഘോഷങ്ങളുടെ നഗരമായ തൃശൂരിൽ അതിവേഗം വളരുന്ന പ്രകൃതി മനോഹരമായ പൂങ്കുന്നത്ത് ആധുനിക ജീവിതത്തിന്റെ മാതൃക സമ്മാനിക്കുന്ന അത്യാകർഷകമായ റെസിഡൻഷ്യൽ പ്രോജക്റ്റാണ് അസറ്റ് പവിത്രം. 17 നിലകളിലായി 2 and 3 BHK അപ്പാർട്ട്മെന്റുകളോടുകൂടിയ 93 യൂണിറ്റുകൾ അടങ്ങിയതാണ് അസറ്റ് പവിത്രം. ഇൻഡോർ ഗെയിമുകളുള്ള മൾട്ടി റിക്രിയേഷൻ ഹാള്, കുട്ടികളുടെ കളിസ്ഥലം, മിനി തിയേറ്റർ, ഓപ്പൺ ടെറസ് പാർട്ടി ഏരിയ, പ്രകൃതി സൗഹൃദവും വിശാലവുമായ നീന്തൽക്കുളം, എയർ കണ്ടീഷൻഡ് ഫിറ്റ്നസ് സെന്റർ, സംഗീത സാന്ദ്രമായ ലോബിയും പൊതുയിടങ്ങളും, സെൻട്രലൈസ്ഡ് ഗ്യാസ് സപ്ലൈ, ഗ്രിഡ് സോളാർ സിസ്റ്റം, കാർ പാർക്കിങ്ങുകളിൽ ഇലക്ട്രിക് വാഹന ചാർജിംഗ് സൗകര്യം, സുരക്ഷാ ക്യാമറകൾ തുടങ്ങി നിരവധി അത്യാധുനിക സേവന സംവിധാനങ്ങളാണ് അസറ്റ് പവിത്രം വിഭാവനം ചെയ്യുന്നത്. ഇങ്ങനെ പൂരനഗരിയിൽ തലയെടുപ്പോടെ ഉയരുന്ന പ്രോജക്റ്റിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവർക്ക് സുരക്ഷയും ഗുണമേന്മയും ഉറപ്പുവരുത്തിയുള്ള നിർമ്മാണം മുതലുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി തരികയാണ് നിർദ്ദിഷ്ട പദ്ധതി സ്ഥലത്ത് ഒരുക്കിയിരിക്കുന്ന എക്സ്പീരിയൻസ് സെന്റർ. അസറ്റ് ശബരി പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ ശശികുമാർ നായർ, അസറ്റ് ഹോംസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ വി സുനിൽകുമാർ എന്നിവർ ചേർന്ന് എക്സ്പീരിയൻസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അസറ്റ് ശബരി പ്രോപ്പർട്ടീസ് ഡയറക്ടർ ടി ശ്രീനിവാസൻ, അസറ്റ് ഹോം സിഇഒ ടോണി ജോൺ, നോർത്ത് ബ്രാഞ്ച് ഓപ്പറേഷൻസ് ചീഫ് മാനേജർ ടി സന്തോഷ്, സിബിഒ ഗോകുൽപിള്ള എന്നിവർ സന്നിഹിതരായി. കൂടുതൽ വിവരങ്ങൾക്ക് 8943099999. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9295 രൂപ, പവന് 74,360 രൂപ, വെള്ളി ഗ്രാമിന് 115 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 4317 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. അഹമ്മദാബാദ് വിമാന ദുരന്തം സംബന്ധിച്ച് വിശദമായി പരിശോധിക്കേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് കരുതുന്നത് എന്നും മുഖ്യമന്ത്രി. ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കായി അനസ്തേഷ്യ നൽകിയതിനെ തുടർന്ന് യുവാവ് മരിച്ചു. കുന്നംകുളം മരത്തംകോട് അല്ലമീൻ ആശുപത്രിയിൽ പ്രസവത്തിനിടെ കുഞ്ഞ് മരിച്ചു. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ ലഹരിക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ മുഖ്യ ആസൂത്രക ലിവിയ ജോസ് പിടിയിൽ. പ്രതിയെ പിടികൂടിയത് മുംബൈ വിമാനത്താവളത്തിൽ നിന്നും. കോടികളുടെ തട്ടിപ്പ് നടത്തിയ ഫാം ഫെഡ് ചെയർമാനും MD-യുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. 1.5 മണിക്കൂർ നീണ്ട തെളിവെടുപ്പിൽ സുപ്രധാന രേഖകളും വിവിധ സീലുകളും കണ്ടെടുത്തു. വിദ്യാർത്ഥികളില്ലാതെ പെരുമ്പിലാവ് അറയ്ക്കൽ MUM LP സ്കൂളിന് ഈ വർഷം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ വർഷമുണ്ടായിരുന്ന 7 വിദ്യാർത്ഥികൾ മറ്റ് സ്കൂളുകളിൽ ചേർന്നു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.